ജയറാം 1991 1991 എന്ന് പറയുന്ന ഒരു വർഷം ജയറാമിന്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ ഒരു വർഷം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു വർഷം റിലീസായ ഒരു സിനിമകളും അതിന്റെ ചില ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുകളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ജയറാമിൻ്റെതായ സിനിമകൾ ഞാനിതൊരു റിലീസായ ഒരു ഓർഡറിലല്ല എങ്കിലും ഞാൻ ആ ഒരു ലിസ്റ്റ് തന്നെ അങ്ങോട്ട് പറയാം. അതിൽ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് മുഖചിത്രമാണ്. മുഖചിത്രം എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ പേര് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിൽ പലർക്കും ആ സിനിമ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ജയറാം ബാൻഡ് മാഷായിട്ട് വരുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാം. ഒരു നല്ല രസമുള്ള സിനിമയാണ്. അതിൽ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ വർഷത്തെ ഒരു വൺ ഓഫ് ദ മൂവീസ് ആയിരുന്നു. അതിൽ കുറച്ചധികം സിനിമകൾക്ക് 3 സിനിമകൾക്ക് കൂടി ചേർന്നാണ് ഉർവശിക്ക് ആ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ജയറാം ബാൻഡ് മാഷായിട്ട് അതായത് ഒരു ആൾമാറാട്ടം നടത്തി. എനിക്കൊണ്ട് ഈ ആൾമാറാട്ട കഥകളൊക്കെ പിന്നീട് മലയാള സിനിമയിൽ ഒരുപാട് ജയറാം ഉൾപ്പെടെയുള്ളവർ ചെയ്ത തുടക്കം ഒരുപക്ഷെ മുഖചിത്രമായിരിക്കും. പണ്ടുണ്ട്, പ്രിയദർശനൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും മുഖചിത്രത്തിന്റെ ഒരു പാറ്റേൺ പിന്നീട് കുറെ സിനിമകൾ വന്നിരുന്നു. ഒരുപാട് ദിവസം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു മുഖചിത്രം. സിദ്ദിഖും ജഗദീഷ് ശ്രീകുമാറൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ പൂക്കാലം വരവായും ഇതേപോലെ തന്നെ നമ്മുടെ ബേബി ശ്യാമിലി അഭിനയിക്കുന്നു. ഒരു സ്കൂൾ മാഷല്ല, സ്കൂൾ ബസിന്റെ ഡ്രൈവറായിട്ട് ജയറാം അഭിനയിക്കും. കമലിന്റെ സിനിമയാണ്. അപ്പോൾ പൂക്കാലം വരവായി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് ദിലീപ് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ജയറാമിന്റെ റെക്കമെൻഡേഷനിൽ ആദ്യമായിട്ട് കമലിനെ കാണാൻ വരുന്നതൊക്കെ. പൂക്കാലം വരവായി സിനിമയിൽ അന്ന് ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് ജയസൂര്യ ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നിരുന്നു. പക്ഷെ ജയസൂര്യ റിജക്റ്റ് ആയി. കാവ്യമാധവൻ ആ സിനിമയിൽ ബാലതാരമായിട്ട് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതയുണ്ട് ആ ഒരു സിനിമ. കമലിന്റെ അന്ന് ഒരുവിധം എല്ലാ സിനിമകളും, അന്ന് മോഹൻലാൽ വലിയൊരു താരമായി മാറി തുടങ്ങിയപ്പോൾ കമൽ തൊട്ടടുത്തൊരു ഓപ്ഷൻ എന്ന രീതിയിൽ അഭിനയിപ്പിച്ച ഒരാൾ ജയറാമായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ വർഷമൊക്കെ ജയറാമിന് വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ, പ്രാദേശിക വാർത്തകളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം തൂവൽ സ്പർശം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചിലത് വിജയിച്ചു, ചിലത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായി. അതിൽ പൂക്കാലം വരവായും അന്ന് മോശമല്ലാത്ത ഒരു കളക്ഷൻ നേടിയ, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ ഒരുപാട് പേരെടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഒരു സിനിമയാണ് സന്ദേശം. ഇന്നും എനിക്ക് തോന്നുന്നു മലയാളികൾ റിപ്പീറ്റായിട്ട് കാണുകയും അല്ലെങ്കിൽ പല ഡയലോഗുകൾ പറയുകയൊക്കെ ചെയ്യുന്ന, പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് തുടങ്ങിയ ഡയലോഗുകൾ പറയുന്ന, എനിക്ക് ഒരു 10 സിനിമ എടുത്താൽ അതൊരു സിനിമ സന്ദേശം തന്നെയായിരിക്കും. ശ്രീനിവാസൻ സത്യനന്ദിക്കാടിന്റെ മികച്ച സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ആദ്യം പറയുന്ന പേരുകളൊന്നും സന്ദേശം തന്നെയായിരിക്കും. പക്ഷേ ഈ സിനിമ അന്ന് തിയേറ്ററിൽ ഒരു വൻ വിജയമല്ലായിരുന്നു എന്നുള്ളതാണ്. ശരിക്ക് ഇന്നും നമ്മൾ കാണുന്ന പോലെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ആ സിനിമ റിപ്പീറ്റ് കാണാന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഇൻഡസ്ട്രി ഹിറ്റായി മാറേണ്ടതാണ്. പക്ഷെ അന്നതൊരു ഇൻഡസ്ട്രി ഹിറ്റ് പോയിട്ട് ഒരു സൂപ്പർ ഹിറ്റ് പോലും അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. സത്യനന്ദിക്കാടിന്റെ 90-ൽ റിലീസായ തലയണ മന്ത്രം ആയിരുന്നു അന്നൊരു വലിയൊരു സൂപ്പർ ഹിറ്റായി. തലയണ മന്ത്രത്തിന് ശേഷം ശരിക്കും സത്യനന്ദിക്കാടിന് ഒരു ഭയങ്കര ഒരു ഹിറ്റ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ കഴിഞ്ഞ്. പിന്നെ തൂവൽ കൊട്ടാരത്തിലേക്കാണ് അതുവരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സൂപ്പർ ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററോ സത്യനന്ദിക്കാടിന് ഒരു 3-4 വർഷം കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ വായിച്ചിട്ടുള്ളത്. പക്ഷെ ആ സന്ദേശം നമ്മൾ ഇന്നതെല്ലാം റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ്. ജയറാമിന്റെ നല്ല റോളാണ്. പക്ഷെ അതിൽ നായകൻ ജയറാം എന്ന് പറയാൻ പറ്റില്ല, ഒരു നെഗറ്റീവ് ടച്ചാണ് ശരിക്കും വേണമെങ്കിൽ പറയാം. ആ സിനിമയിൽ തിലകനാണ് ശരിക്കും നായകൻ. പിന്നെ വേണമെങ്കിൽ നമുക്ക് സിദ്ദിഖിനെ പറയാം. കാരണം സിദ്ദിഖാണ് അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളത്. നായികയുള്ളതും ഒക്കെ സിദ്ദിഖിനാണ്. പിന്നെ ഭരതന്റെ കേളി ജയറാമിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ശരി, അതിലൊരു പാട്ടുകളൊക്കെ ഭയങ്കര ഒരു പേരെടുത്ത ഒരു എന്താ പറയുക ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. താരം വൽക്കണ്ണാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ. പിന്നെ ജയറാമിന് അതിൽ അങ്ങനെ കാലിന് സുഖമില്ലാത്തൊരു കഥാപാത്രമുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ് ഭരതൻ. അതിന് തൊട്ടുമ്പത്തെ വർഷമൊക്കെ മാളൂട്ടിയൊക്കെ കൊടുത്തിട്ടുള്ള ഭരതൻ ജയറാമിന് നല്ലൊരു ക്യാരക്ടർ കൊടുത്തതാണ് കേളി. പക്ഷെ കേളിയും ഈ പറഞ്ഞ പോലെ ഒരു വൻ വിജയമല്ല. എവിടെയോ തമാശ രൂപേണ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് ആ കേളി പരാജയപ്പെട്ടതിനെ കുറിച്ച്. ജയറാം ഒരു ഒറ്റക്കാലിലാണല്ലോ ജയറാം അതിൽ നടക്കുന്നതൊക്കെ. ജയറാം പറഞ്ഞതായിട്ട് ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. ഞാൻ 2 കാലിൽ നിന്നിട്ട് സിനിമ വിജയിക്കുന്നില്ല, പിന്നെയാണ് ഒറ്റക്കാലിലെന്നാണ് എന്ത് ജയറാം തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത്. കേളി ഭരതനും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ ഈ പറഞ്ഞ പോലെ നല്ല സിനിമയാണ്. നെടുമുടിയുടെ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ് റൊമാൻസ് കുമാരൻ. പിന്നെ മുരളിയുടെ ഇന്നസെന്റ് വില്ലനായിട്ട്, മുരളി ഒരു പരിക്കൻ കഥാപാത്രമാണ്. ഇന്നസെന്റ് ആണ് അതിലൊരു വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു കഥാപാത്രം. നിങ്ങളുടെ ഇന്നസെന്റിന്റെ വ്യത്യസ്തമായിട്ട് സിനിമകളൊന്നും എടുത്ത് തന്നെ അത് സിനിമയായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ജയറാമിൻ സിനിമ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ജയറാമാണ് അതിൽ സോളോ ഹീറോ. എന്നാലും ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ അങ്ങനെ വൻ വിജയമായില്ല എന്നതാണ്. പിന്നെ കിലുക്കാമ്പെട്ടി, ഷാജി കൈലാസിന്റെ കിലുക്കാമ്പെട്ടി സിനിമ ഇന്ന്
ആ നമുക്കറിയാം മറ്റു പച്ചക്കറിക്കായ തട്ടി ആ പാട്ടൊക്കെ പിന്നീട് റീമിക്സ് കൂടുതൽ കവർ സോങ് ആയിട്ടൊക്കെ കേട്ടാണ് ഒരുപക്ഷെ പിന്നീട് വന്ന ജനറേഷനൊക്കെ ആ സിനിമയെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. നമുക്ക് പിന്നീട് ഷാജി കൈലാസ് ആക്ഷൻ സിനിമകളുടെ ആളായി മാറിയ വ്യക്തിയാണ്. ആ ഷാജി കൈലാസിന്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഒന്നായിരുന്നു. ആ സിനിമയും അന്ന് തിയേറ്ററിൽ അങ്ങനെ വലിയ ഒരു വിജയമല്ലായിരുന്നു. അത് ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് കിലുക്കാമ്പട്ടിയുടെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സംവിധായകൻ കമൽഹാസനെ വെച്ചിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു തമിഴില്. ആ സിനിമയുടെ കഥ ഏകദേശം ഇതേപോലെയായിരുന്നു. ഡിംപിൾ കബാഡി ആയിരുന്നു അതിൽ നായികയായിട്ട്. പക്ഷെ കിലുക്കാമ്പട്ടിയുടെ കഥയായിട്ട് സിമിലാരിറ്റി വന്നുകൊണ്ട് ആ സിനിമ ഡ്രോപ്പ് ആവുകയാണ് ചെയ്തത്. കിലുക്കാമ്പട്ടി അവർ ഷൂട്ട് തുടങ്ങി പെട്ടെന്ന് ആ സിനിമ റിലീസാക്കി. പക്ഷെ ആ സിനിമ അന്ന് പരാജയമായിരുന്നു. ശരി, ഒരു വൻ വിജയമല്ലായിരുന്നു. പിന്നെ കൂടിക്കാഴ്ച, നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന സിനിമയിലൂടെ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ച സംവിധായകൻ ടി എസ് സുരേഷ് ബാബുവിൻ്റെ സിനിമയെന്ന് കൂടിക്കാഴ്ച. നല്ല രസമുള്ള സിനിമയാണ്. കാരണം അതിൽ ജഗദീഷും ബാബു ആന്റണി, സുകുമാരൻ, അതായത് ജയറാമും ജഗദീഷും ഫ്രണ്ട്സ്, പിന്നെ അവരുടെ കൂട്ടത്തിലേക്ക് വരുന്ന ബാബു ആന്റണി, പിന്നെ സുകുമാരൻ. ശരിക്കും ഒരു കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരു മൂഡിലുള്ള സിനിമയാണ്. അതിൽ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് തമാശയും കാര്യങ്ങളുണ്ട്. ആ സിനിമ ഒന്ന് ഭയങ്കര സൂപ്പർ ഹിറ്റ് എന്നല്ല, പക്ഷെ അതൊരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയാണ്. കാരണം ടി എസ് സുരേഷ് ബാബു വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വളരെ ബഡ്ജറ്റ് കുറച്ച് ആ സിനിമ ഷൂട്ട് ചെയ്തിറക്കി ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ തന്നെ ഇടം നേടി. പക്ഷെ ഈ പറഞ്ഞ ജയറാമിന് അതൊരു സോളോ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൺകെട്ട് ജയറാമും ശ്രീനിവാസനും. ശരിക്കും ശ്രീനിവാസനാണ് അതിലൊരു നായകന് വേണമെങ്കിൽ പറയാം. ശ്രീനിവാസൻ അതിൽ ഒരു മെജീഷ്യനായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് സിനിമ. ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റാണ് രാജൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സത്യനന്ദിക്കാടിൻ്റെയൊക്കെ ഗുരുവായ ഡോക്ടർ ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ മകൻ ഡയറക്ട് ചെയ്തതാണ്. അദ്ദേഹം ഒരുപാട് വർഷകാലം ഈ പറയുന്ന സത്യനന്ദിക്കാടിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. രാജൻ ബാലകൃഷ്ണൻ വളരെ എനിക്കൊന്ന് വേറെ ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ ഡയറക്ട് ചെയ്തിട്ടുള്ളൂ. ഈ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു. അതിൽ ഇന്ന് ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത്, ആ സിനിമയിൽ ലാലു ലക്സിന് ഡബ് ചെയ്തിട്ടുള്ളത് ജയറാം മാണി തന്നെയാണ്, ആ വില്ലൻ കഥാപാത്രം. നല്ല രസമുള്ള ഒരു സിനിമ തന്നെയാണ് അത്. പിന്നെ ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി, ഹരിദാസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമയാണ്. ആ സിനിമയും വളരെ രസമുള്ള ഒരു കഥാപാത്രമാണ് ജയറാമിന്റെ. ഈ തിലകന്റെ ഒരു രസമുള്ള ജയറാമിന്റെ അമ്മായിച്ചനായിട്ടുള്ള ഒരു ക്യാരക്ടർ, ജഗദീഷിന്റെ, സിദ്ദിഖിന്റെ രസമുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് അന്നത്തെ ആ ഒരു മൾട്ടി സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമകളിലെ രസമുള്ള സിനിമയാണ്. ജയറാമിന് ഒരു സോളോ ഹീറോ എന്ന് പറയാം, പക്ഷെ ചുറ്റുള്ളവരാണ് ആ സിനിമ പൂണ്ട് വിളയാടിയത്. ആ സിനിമ അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെയാണ് കടിഞ്ഞൂൽ കല്യാണം, ജയറാമിന്റെ കരിയർ. അതായത് രാജസേന ജയറാം കൂട്ടുകെട്ടുകളുടെ വലിയൊരു തുടക്കം കുറിച്ച ഒരു സിനിമ. അവരുടെ ആദ്യത്തെ സിനിമ കടിഞ്ഞൂൽ കല്യാണം. ആ സിനിമയ്ക്കും ഉർവശിക്ക് നാഷണൽ ആ കടിഞ്ഞൂൽ കല്യാണവും, മുഖചിത്രം, പിന്നെ ഭരതം, അങ്ങനെ കുറേ സിനിമകൾക്ക് കൂടി ചേർന്നാണ് ഉർവശിക്ക് ആ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതായത് കടിഞ്ഞൂൽ കല്യാണം അന്ന് ജയറാം രാജസേന കൂട്ടുകെട്ടുകൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസറൊക്കെ ഒപ്പിച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായി. അവിടെ നിന്നാണ് തുടർന്ന് രാജസേന ജയറാം കൂട്ടുകെട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നത്. പിന്നെ എന്നും നന്മകൾ, സത്യനന്ദിക്കാടിന്റെ നല്ല ഒരു സിനിമ. സത്യനന്ദിക്കാട് സിനിമകൾ ഇന്നത്തെ തലമുറയിൽ അധികം ചർച്ച ചെയ്യാത്തൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നും നന്മകൾ. ശ്രീനിവാസനാണ് ശരിക്കും അതിന്റെ നായകൻ, ജയറാം ഉണ്ട്, പക്ഷെ ശ്രീനിവാസന്റെ കഥയാണത്. ഒരു 3 സ്ത്രീകൾ, ചെറുപ്പക്കാരികളെ 3 സ്ത്രീകൾ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പുറത്ത് ശ്രീനിവാസൻ താമസിക്കുന്ന ഒരു ഡോക്ടറാണ്. ശ്രീനിവാസൻ ഭാര്യ മരിച്ചൊരു കുട്ടിയുണ്ട്. അങ്ങനെ നല്ല രസമുള്ള ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ജഗന്നാഥ് പല്ലരിയാണ് എഴുതിയത്. വളരെ രസമുള്ള നല്ല നല്ല ഡയലോഗ്സ് ഉള്ള സിനിമയാണ്. ഇന്നസെന്റ് രസകരമായ തോറ്റ MLA എന്നൊക്കെ പറഞ്ഞൊരു കഥാപാത്രമുള്ള സിനിമയാണ് എന്നും നന്മകൾ. പക്ഷെ ആ സിനിമ അന്ന് ഒരു വലിയ വിജയമല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ആവറേജ് ആയിട്ട് ഓടിയ ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ജയറാമിന് ഒരു വലിയൊരു ഗുണം ചെയ്ത ഒരു സിനിമയല്ല. പിന്നെ എഴുന്നള്ളത്ത് എന്ന് പറയുന്ന ഒരു സിനിമ, അതും ഇതുപോലെ തന്നെ ഒരു കോമഡി ഇതിൽ പെട്ട ഒരു സിനിമയാണ്. സിദ്ദിഖും മുകേഷും ഒക്കെ ജയറാമിന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അഭിനയിച്ച്, അതൊരു ജയറാമിന്റെ ഒരു സോളോ എന്ന് പറയാൻ പറ്റില്ല, ജയറാമിനെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു കഥയാണ്. പക്ഷെ ആ ഒരു സിനിമയും ഹരികുമാറാണ് എൻ്റെ ഡയറക്ഷൻ. പക്ഷെ ആ ഒരു സിനിമ അങ്ങനെ വലിയൊരു വിജയമല്ല, ഒരു ആവറേജിൽ പോയ ഒരു സിനിമയായിരുന്നു. പിന്നെ ചാഞ്ചാട്ടം എന്ന് പറയുന്ന തുളസിദാസിന്റെ ഒരു സിനിമ, അത് ഇതൊരു ഫാമിലി സബ്ജക്റ്റാണ്. എനിക്കൊരു തമിഴ് സിനിമയുടെ റീമേക്ക് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് എക്സാക്ട്ലി ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അതൊരു ഭാഗ്യരാജ ആണോ അങ്ങനെ ആരോ അഭിനയിച്ച, അത് മോഹൻ ആരോ അഭിനയിച്ച ഒരു തമിഴ് സിനിമയുടെ ഒരു കഥയിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫാമിലി സബ്ജക്റ്റാണ്. പക്ഷെ ആ സിനിമ അങ്ങനെ വലിയൊരു വിജയമല്ല, ഒരു ആവറേജ് പോയ ഒരു സിനിമയാണ്. പിന്നെ കനൽക്കാറ്റ്, വീണ്ടും സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമ, ലോഹിദാസിന്റെ സിനിമ. മമ്മൂട്ടിയാണ് അതിലെ നായകൻ, ഉർവശി നായിക, ജയറാമുണ്ട്, ഉർവശിയുടെ ഒരു ഹസ്ബൻഡായിട്ടുള്ള റോളുണ്ട്. നല്ലൊരു സിനിമയായിരുന്നു അത്. ഇന്ന് അതിലെ പല സീൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സിനിമ അന്ന് വിജയമല്ലായിരുന്നു. ഈ പറഞ്ഞ സത്യനന്ദിക്കാടിന് മമ്മൂട്ടി വെച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റേഴ്സ് കൊടുക്കാൻ
പറ്റിയിട്ടില്ലാതെ പറയാറുണ്ട്. അത് അർത്ഥവും കളികളൊക്കെ വിജയമായിരുന്നു. പക്ഷെ കനൽക്കാറ്റ് ഒരു അതേപോലെ തന്നെ ഒന്ന് ഡൗൺ ആയി പോയ ഒരു സിനിമയായിരുന്നു. പിന്നെ ഭൂമിക എന്ന് പറഞ്ഞ സിനിമ, അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് ഐ.വി. ശശിയുടെ. അതിൽ സുരേഷ് ഗോപിയും ജയറാമും സായി കുമാർ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ അന്ന് പരാജയപ്പെട്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ജോൺ പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ കൂടിയാണ്. ജോൺ പോൾ തന്നെയായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് തോന്നുന്നത്. ജോൺ പോൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഒരു നഷ്ടം വന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ഐ.വി. ശശിയുടെ പരാജയപ്പെട്ട അല്ലെങ്കിൽ ഹിറ്റായി പോവാതിരുന്ന സിനിമകളിൽ ഒരു സിനിമയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും സിനിമകളാണ് ജയറാമിൽ. ഈ പറഞ്ഞ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ട്. പക്ഷേ ഇവരുടെ കൂടുതലും മൾട്ടി സ്റ്റാർ സിനിമകളാണ്. പക്ഷെ ഒരു സോളോ സിനിമയിൽ ഇതിൽ ജയറാമിൻ്റെ ഒരു സോളോ ഹിറ്റ് എന്ന് പറയുന്നത് ശരിക്കും കടിഞ്ഞൂൽ കല്യാണമാണ്. വേറെ സിനിമകൾ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ജയറാമിൻ്റെ ആ വർഷത്തെ മികച്ച സിനിമകൾ, ഹിറ്റായ സിനിമകളിൽ സോളോ ഹിറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് എനിക്ക് തോന്നുന്നു മുൻപന്തിയിലുള്ളത് കടിഞ്ഞൂൽ കല്യാണമായിരുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സിനിമകളെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചിലപ്പോൾ കാണാത്തതായിട്ടുണ്ടാവുള്ളൂ. എന്നാലും നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ പറയുക. ഞാൻ ഈ പറഞ്ഞതല്ലാതെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ കുറേ അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കമൻറ്റ് ചെയ്യാം.